ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഹെം മിനിസ്ട്രീസിൻ്റെ TV പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നെ കാണുന്ന ഓരോരുത്തരെയും ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെ കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ. എന്നെ കാണുന്ന അനേകരും കരഞ്ഞിരിക്കുവാണോ, വിഷമിച്ചിരിക്കുവാണോ, ദുഃഖിച്ച് നിൽക്കുവാണോ, ജീവിതത്തിൽ ഒരു വഴിയും തുറക്കാതെ നിൽക്കുവാണോ, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ, അനേകരുടെ പീഡനം അനുഭവിക്കുവാണോ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുകയാണോ എന്ന് വിശ്വസിക്കുക. എന്നീ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ഈ TV സ്ക്രീനിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം എങ്ങനെയാണെന്നറിയാമോ? അവനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ അത് അനുഭവിക്കാൻ പറ്റും. ഒരു കാറ്റിനെ പോലെ യേശു പറയുക, അത് കാണാൻ പറ്റില്ല. കാറ്റിനെ കാണാൻ പറ്റാത്തതുപോലെ തന്നെ ഒരു ആത്മീകനായ മനുഷ്യൻ്റെ ജീവിതവും ആത്മാവ് നടത്തുന്നത് പലർക്കും കാണാൻ പറ്റത്തില്ല, പക്ഷേ ആത്മാവ് അവനെ പല സ്ഥലത്തിലേക്കും കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. എങ്ങനെ സംഭവിക്കും നമുക്കറിയത്തില്ല, പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അത് നടത്തിത്തരും. ഞാൻ പറയട്ടെ, ഇന്ന് അസാധ്യങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് സാധ്യമാക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് എടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ ശ്രദ്ധ അതിലേക്കൊന്ന് തിരിക്കാം. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്ന് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്ന് അവൻ നമ്മളോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നെന്ന് അറിഞ്ഞ യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് പറയുകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യന് ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളെ എടുത്ത് കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റും. യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല, കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും. യേശു പറയുക, അല്പകാലത്തേക്ക് നിങ്ങൾ എന്നെ കാണത്തില്ല, പക്ഷെ അല്പകാലത്തേക്ക് നിങ്ങൾ എന്നെ കാണും. വീണ്ടും പറയും, യേശു പറയും, അല്പകാലത്ത് നിങ്ങൾ എന്നെ കാണത്തില്ല, അല്പകാലം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വീണ്ടും കാണും. യേശു ശിഷ്യന്മാരോട് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു കാലത്തെ കുറിച്ചാണ്, അവരുടെ ജീവിതത്തിൽ ഒരു സീസണിനെ കുറിച്ചാണ്, അവരുടെ ജീവിതത്തിലെ ഒരു ചില സമയത്തെ കുറിച്ചാണ്. കുറച്ച് സമയത്തേക്ക് അവർക്ക് ദുഃഖമുണ്ടാകും, കുറച്ച് സമയത്തിന് ശേഷം അവർക്ക് സന്തോഷമുണ്ടാകും. ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള ഭാഗങ്ങൾ യേശു ഒരു കാലത്തെ കുറിച്ച് സംസാരിക്കുന്നു. പലപ്പോഴും ദൈവമക്കൾ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ കാലം എന്താണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. പലപ്പോഴും നമ്മൾ ആലോചിക്കും, നമുക്ക് ചില കാലങ്ങളുണ്ടോ, നമുക്ക് ചില കാലങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടോ? ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ വചനം സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ പറയുന്നു, വിതപ്പാൻ ഒരു കാലമുണ്ട്, കൊയ്യുവാൻ ഒരു കാലമുണ്ട്, കരവാൻ ഒരു കാലമുണ്ട്, ചിരിപ്പാൻ ഒരു കാലമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുവാൻ നടുവാൻ ഒരു കാലമുണ്ട്, പൊളിപ്പാനും ഒരു കാലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില കാലങ്ങളുണ്ട്. ചില കാലങ്ങൾ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് നമ്മൾ ചിലത് വിതയ്ക്കണമെന്നാണ്. ചില കാലങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കൊയ്യണമെന്നാണ്. ചില കാലങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ചില കാലങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ നിമിഷം നമ്മുടെ വിചാരിച്ച ആ
സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ചെന്ന് ചേരണം എന്നാ ചില സമയം ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഇരിക്കണമെന്ന, ഉപവസിക്കണം, ദൈവസന്നിധിയിൽ ചിലത് കൊടുക്കണം എന്ന ആ നിമിഷം നമുക്ക് വേണ്ടി ചില കൊയ്ത്തുകൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, നമുക്കൊരു വിതയില്ലെങ്കിൽ നമുക്കൊരു കൊയ്ത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് തന്നെ നമ്മൾ കൊയ്യും. പലപ്പോഴും പലരും മനസ്സിലാകാതെ പോകുന്നൊരു കാര്യം ഇതാ, പലപ്പോഴും ആൾക്കാർ വിതയ്ക്കാത്ത കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിതയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊയ്യും? നമ്മൾ വിതച്ചാലേ നമ്മൾ കൊയ്യത്തുള്ളൂ. ശ്രദ്ധിക്കണമേ, നമ്മുടെ ചുറ്റുമുള്ള ചില വൃക്ഷങ്ങളെ നോക്കിയാൽ അതെങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ, അതെങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു മഴക്കാലമുണ്ട്. ഈ മഴക്കാലത്ത് അതെല്ലാ വെള്ളവും സ്വരൂപിക്കും. എന്നാൽ അടുത്ത ഒരു ഉഷ്ണകാലം വരുമ്പോൾ ഈ സ്വരൂപിച്ച വെള്ളത്തിൽ നിന്നാണ് ഈ ഉഷ്ണകാലത്ത് ഇത് തരണം ചെയ്യുന്നത്. ഈ തരണം ചെയ്ത് അടുത്ത ഒരു ഫലകാലം വരുവാണെങ്കിൽ അതിനു വേണ്ടിയുള്ളതെല്ലാം ഈ മരം നേരത്തെയുള്ള കാലങ്ങളിലേക്ക്, ഈ വൃക്ഷം നേരത്തെയുള്ള കാലങ്ങളിലേക്ക് എല്ലാം മുൻ കരുതിയിട്ടുണ്ട്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ദൈവം ഉൽപ്പത്തി പുസ്തകം 1:14 പറയുന്നത്, ദൈവം ആകാശത്ത് ചന്ദ്രനെയും സൂര്യനെയും സൃഷ്ടിച്ചത് ചില കാലങ്ങൾക്ക് അടയാളമായിട്ടാണ്. അർത്ഥം, നമ്മുടെ ജീവിതത്തിലും ചില കാലങ്ങളുണ്ട്, ചില നന്മയുടെ കാലമുണ്ട്. ആ നന്മയുടെ കാലത്തിൽ നമ്മുടെ വരണ്ട കാലത്തിലേക്ക് വേണ്ടി നമ്മൾ ചില സ്വരൂപിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില മഴക്കാലമുണ്ട്, ചില അനുഗ്രഹത്തിന്റെ കാലമുണ്ട്. ഈ അനുഗ്രഹ കാലത്തിലേക്ക് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വസിക്കണം. നമ്മൾ ആ വചനം ആ അനുഗ്രഹം സ്വീകരിക്കണം. വീണ്ടും ചില വരണ്ട കാലത്തേക്ക് നമ്മൾ വീണ്ടും ഒരുങ്ങണം. യോസേഫിനെ ഫറവോൻ ബുദ്ധിമാൻ എന്ന് വിളിക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവൻ ക്ഷാമകാലത്തിന് വേണ്ടി സമൃദ്ധിയുടെ കാലത്തിൽ തന്നെ അവൻ ഒരുങ്ങിയിരുന്നു. അതുകൊണ്ട് അവന്റെ വരണ്ട കാലാവസ്ഥയിൽ അവൻ എങ്ങനെ പോകണമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നവോമി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ബെത്ലഹേമിൽ അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമമുള്ളപ്പോൾ അവൾക്ക് ആ വരണ്ട കാലത്തിൽ, ആ ക്ഷാമകാലത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് അവൻ ബെത്ലഹേം വിട്ട് മോവാബ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ദൈവമക്കൾ ശ്രദ്ധിക്കണേ, പലപ്പോഴും നമ്മുടെ വരണ്ട കാലത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങിയ കാലത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നടിക്കുന്ന കാലത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റം പറയുന്നുണ്ട്. ദൈവം നീ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? ദൈവം പിശാച് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നു? ദൈവം പറയും, നിന്റെ സമൃദ്ധിയുടെ കാലത്തിൽ നീ എന്തുകൊണ്ട് നിന്റെ വരണ്ട കാലത്തിലേക്ക് നീ ഒരുങ്ങിയില്ല? നിന്റെ നന്മയുടെ കാലത്ത് നീ എന്തുകൊണ്ട് നിന്റെ ക്ഷാമകാലത്തേക്ക് നീ ഒരുങ്ങിയില്ല? നീ നേരത്തെ ഒരുങ്ങിയിരുന്നെങ്കിൽ ഈ അവസ്ഥ നിനക്ക് വരത്തില്ലായിരുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15 പറയുന്നു, ഇത് ദുഷ്കാലമാകിയാൽ, ഈ കാലത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് ദുഷ്കാലമാണ്. ഈ ദുഷ്കാലത്തിൽ സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ദൈവമക്കൾ ശ്രദ്ധിക്കണേ, ഈ കാലം ദുഷ്കാലമായതുകൊണ്ട് നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മൾ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്ര ജീവിക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ കാലങ്ങളെ നമ്മൾ തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ യേശു 2 കാലത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നു. ശ്രദ്ധിക്കണം, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, 2 കാലങ്ങൾ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് യേശു പറയുന്നു. 1 കണ്ണുനീരിന്റെ കാലം, 1 വേദനയുടെ കാലം, 1 ദുഃഖത്തിന്റെ കാലം, 2 സന്തോഷത്തിന്റെ കാലം. 2 കാലവും യേശുവിടെ പറയുക. കുറച്ചു നേരം നിങ്ങൾക്ക് സങ്കടത്തിന്റെ കാലമായിരിക്കും, കുറച്ചു നേരം നിങ്ങൾക്ക് ദുഃഖകാലമായിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ കാലമായിരിക്കും. പക്ഷേ ഈ നിമിഷം നമുക്കെല്ലാം സന്തോഷകാലത്തെക്കുറിച്ച് പറയാൻ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യേശു ഈ ദുഃഖകാലത്തെക്കുറിച്ച് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദുഃഖകാലം ഇവർക്ക് വരുന്നത്? യോഹന്നാൻ 16 അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുവാണ്, ഒരു സ്ത്രീക്ക് ഏറ്റവും അധികം വേദന വരുന്നത് എപ്പോഴാണെന്നറിയാമോ? താൻ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് താൻ വളരെയധികം വേദനയിലൂടെ പോകും. എന്നെ കാണുന്ന ഓരോ അമ്മമാരും സമ്മതിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് ഒരു സ്ത്രീ ജന്മം കൊടുക്കുന്ന നിമിഷം, ഒരു സ്ത്രീ പ്രസവിക്കുന്ന നിമിഷം അനുഭവിക്കുന്ന വേദന. ഏറ്റവും അധികം വേദനയാണ് ആ സ്ത്രീ, ആ വ്യക്തി അനുഭവിക്കുന്നത്. എപ്പോഴാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്? താൻ ഒരു പ്രസവിക്കുന്ന നിമിഷം, താൻ ഒരു കാര്യത്തിന് ഫലം കൊടുക്കുന്ന നിമിഷം, താൻ ഒരു കാര്യം പുറപ്പെടുവിക്കുന്ന നിമിഷം. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വേദനയുടെ കാലമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ദുഃഖകാലമാണെങ്കിൽ, വേദന അതികഠിനമാണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ, ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു സ്ത്രീക്ക്
ഏറ്റവും അധികം വേദന വരുന്നത് താൻ പ്രസവിക്കുമ്പോഴാണ്. തൻ്റെ ജീവിതത്തിൽ പല കാലം വരുന്നതിന് തൊട്ട് മുമ്പാണെങ്കിൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വേദന വരുന്നതെന്നറിയാമോ? നിന്നിലൂടെ ചില ഫലങ്ങൾ പുറത്തു വരിക, നിന്നിലൂടെ ചില പ്രമോഷൻ വരിക, നിന്നിലൂടെ ചില സൗഖ്യം വരുക, നിന്നിലൂടെ വലിയ ശുശ്രൂഷകൾ വരുക. അതുകൊണ്ടാണ് ഇത്രയും വേദന. കാരണം ഈ വരണ്ട കാലത്തിൽ, ഈ ദുഃഖകാലത്തിൽ നീ പ്രാർത്ഥിക്കുന്നതിന് മുഖാന്തരമായി നിന്നിലൂടെ ചില ഫലങ്ങൾ ദൈവം കൊണ്ടെത്തിക്കുക. ചിലർ പറയും, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോൻ വിദേശത്ത് പോയി, ഇന്നേ വരെ ഒരു കാര്യം സംഭവിച്ചില്ല, എനിക്കൊരു യാത്രയുണ്ട്, ഇന്നേ വരെ ഒരു കാര്യവും നടന്നില്ല. ദൈവമക്കളെ ശ്രദ്ധിക്കുക, ഈ യാത്രയ്ക്ക് വേണ്ടി നീ ഇത്രയും പ്രാർത്ഥിച്ചോ, ഒന്നും നടന്നില്ലെങ്കിൽ ദൈവത്തിനൊരു കാര്യമുണ്ട്. നിന്നെ അങ്ങോട്ട് അയക്കുന്നത് ഒരു സാധാരണ പദ്ധതിക്കല്ല, ഒരു അസാധാരണ പദ്ധതിക്കായുണ്ട്. ഈ നിമിഷം നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അടുത്ത പടിയിലേക്ക് ഉയർത്താനുള്ള ആ ഫലം, ആ ഉത്തരം വരുന്നതിന് മുമ്പ് നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശ്രേഷ്ഠമേ നിലയിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. നമുക്കിത് വായിക്കാൻ പറ്റുന്ന, ഇത് കാണാൻ പറ്റുന്ന ബൈബിളിൽ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ 2 സ്ത്രീകളെ കുറിച്ച് കാണാം. 2 സ്ത്രീകൾ, ഒന്ന് ഹന്ന എന്ന് പറഞ്ഞ സ്ത്രീ, 2 പെനീന എന്ന് പറഞ്ഞ സ്ത്രീ. പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. എന്നാൽ പെനീനയ്ക്ക് മക്കളുണ്ടെന്ന് മാത്രമല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹന്നയ്ക്ക് മക്കളില്ലാത്തതുകൊണ്ട് പെനീന ഹന്നെ കുത്തുമായിരുന്നു, വേദനിപ്പിക്കുമായിരുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ ആലോചിക്കും എന്തുമാത്രം വേദന ഹന്ന അനുഭവിച്ചു കാണും. കാരണം തനിക്ക് മക്കളില്ല, സന്തതികളില്ലെന്ന് അറിയുമ്പോൾ പെനീന കുത്തുക. ഒരേ ഭവനത്തിൽ 2 പേര്. എന്നാൽ മറ്റേ പെനീന ഹന്നെ കുത്തുമ്പോൾ ഹന്ന എന്താ ചെയ്യുന്നറിയാമോ? ഹന്ന പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുക, പെനീന ഇല്ലായിരുന്നെങ്കിൽ ഹന്ന ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ആ വേദന ഇല്ലെങ്കിൽ ഒരിക്കലും ഹന്ന പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇത്രമാത്രം വേദന കൊണ്ടുവരുന്ന അറിഞ്ഞപ്പോൾ ഹന്ന പ്രാർത്ഥിക്കുക. ദൈവമക്കൾ, എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ അടുത്ത പടിയിലേക്ക് നീ ഉയരുന്നതിന് തൊട്ട് മുമ്പേ നിന്റെ വേദന വർദ്ധിക്കാൻ നീ നോക്കിയാൽ നീ മനസ്സിലാക്കും ദൈവത്തിന് നിന്നിലൂടെ ചിലത് കൊണ്ടെത്തിക്കാൻ ആഗ്രഹമുണ്ട്. പെനീനയ്ക്ക് ഒരുപാട് മക്കളുണ്ടായിരിക്കാം, പക്ഷെ ദൈവം പറഞ്ഞു, ഹന്നെ, എനിക്ക് നിന്നിലൂടെ ഒരുപാട് മക്കളെ പെനീനെ പോലെ വേണ്ട, പക്ഷെ നിന്നിലൂടെ ഉണ്ടാകുന്ന ഒരു മകനായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, അവൻ അസാധാരണമായ ഒരു കുഞ്ഞായിരിക്കണം. പെനീന കുത്തുന്തോറും ഹന്ന പ്രാർത്ഥിച്ചു. ഹന്നയിലൂടെ വന്നത് ശമൂവേൽ എന്ന് പറഞ്ഞ ഒരു ബാലൻ. അതേ മക്കൾ, നിങ്ങളെ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവനൊരു സാധാരണ പൈതലല്ലായിരുന്നു. അവൻ്റെ പ്രവാചകനായിരുന്നു, അവനൊരു പുരോഹിതനായിരുന്നു, അവൻ്റെ ഒരു ന്യായാധിപനായിരുന്നു, അവനൊരു 3 ശുശ്രൂഷയും അടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ശമൂവേൽ. അതുപോലെ ഞാൻ ദൈവമക്കളെ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്ന എങ്ങനെയാണെന്നറിയാമോ? അസാധാരണമായ നിലകൾ, അസാധാരണമായ തലത്തിൽ ദൈവം കൊണ്ടുവരും. എന്തുകൊണ്ടെന്നറിയാം? നീ വേദനയിൽ നീ പ്രാർത്ഥിച്ചു, ഈ വേദനയിൽ ദൈവത്തിൽ സന്നിധി കരഞ്ഞു. ദൈവം പറയോ, അടുത്ത പടിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കുക. ഹല്ലേലൂയ. യേശു പറയുക, അല്പകാലത്തേക്കേ ഉള്ളു വേദന, അല്പകാലത്തേക്ക് ഉള്ളു വേദന. ദൈവമക്കളെ ഞാൻ പറയട്ടെ, അല്പകാലമേ നമ്മുടെ വേദനയുള്ളൂ. ഹല്ലേലൂയ. ഒരു സ്ത്രീ ജന്മം കൊടുക്കുന്ന തൊട്ട് മുമ്പേ തനിക്ക് വേദന അനുഭവിക്കുന്ന അല്പം നേരമേ ഉള്ളൂ, ഒരുപാട് നേരമൊന്നുമില്ല. 10 മാസമാ ഈ സ്ത്രീ ആ കുഞ്ഞിനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. 10 മാസമാ താൻ വിഷമിക്കേണ്ടത്, 10 മാസമാ ഈ ഛർദിലും, 10 മാസമായി വേദനയില്ല, 10 മാസം എല്ലാം ക്രമീകരിക്കണ്ടേ. പക്ഷെ 10 മാസം താൻ ഒരുങ്ങിയാൽ ബാക്കി തന്നിലൂടെ കൊണ്ടുവരുന്ന ഫലം കാണാൻ തനിക്ക് ചിലപ്പോൾ ഒരു 100 വർഷം പറ്റിയേക്കാം. എന്നാൽ ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, നമ്മുടെ ജീവിതത്തിൽ ഈ 10 മാസം, നമ്മുടെ ജീവിതത്തിൽ ഈ 10 ആഴ്ച, നമ്മുടെ ജീവിതത്തിൽ ഈ 1 മാസം നമ്മൾ വേദനിച്ചാൽ ദൈവമക്കളെ നമുക്ക് അനേക വർഷങ്ങൾ ചിരിക്കുവാൻ, അനേക വർഷങ്ങൾ സന്തോഷിക്കാൻ ഇടയാകും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ 1-ാം സെമസ്റ്റർ മാർക്ക് വരുമ്പോൾ എൻ്റെ 7 പേപ്പർ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ 7 പേപ്പർ ഞാൻ നഷ്ടപ്പെട്ടു ഞാൻ അറിയുമ്പോൾ ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഞാൻ കരഞ്ഞു. അടുത്ത 2 സെമസ്റ്ററിന് വന്നപ്പോൾ വീണ്ടും കുറേ പേപ്പറുകൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് ഞാൻ വീണ്ടും വിഷമിക്കാനിടയായി. വീണ്ടും 5-ാം സെമസ്റ്ററിൽ ഞാൻ എത്തുമ്പോൾ അവർ എന്നോട് പറയുമായിരുന്നു, ബ്രദറെ, 5-ാം സെമസ്റ്ററിലെ പരീക്ഷ എഴുതണമെങ്കിൽ 1-ാം സെമസ്റ്റർ പാസ്സാവാതെ ആർക്കും 5-ാം സെമസ്റ്റർ എഴുതാൻ പറ്റത്തില്ല. ഞാൻ ഈ നിമിഷം വളരെ വേദനിച്ചു. കാരണം എന്താ പറയുക, ഞാൻ കർത്താവിനെ സേവിച്ചിട്ടും എന്തുകൊണ്ട് ദൈവമേ ഈ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടില്ല, എന്തുകൊണ്ട് ഈ കാര്യം നടന്നില്ല. എന്നാൽ 5-ാം സെമസ്റ്റർ ഞാൻ എഴുതുമ്പോൾ എൻ്റെ കൂട്ടുകാർ പലരും ചോദിച്ചു, ദൈവം എന്തുകൊണ്ട് നീ കർത്താവിനെ സേവിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ടൊരു മാറ്റം ഉണ്ടായില്ല. പലരും ഇന്ന് അങ്ങനത്തെ അവസ്ഥയിൽ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ നിമിഷം അവർ പറയുവാനിടയായി, എന്തുവായാലും നീ പരീക്ഷ എഴുതുന്നല്ല, ഒരു കാര്യം ചെയ്യും, നീ വാങ്ങിച്ച ബുക്കുകളെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ പഠിക്കാൻ പോവുക. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, വളരെ വേദനയുടെ നടുവിൽ ഞാൻ അവിടെ ആകുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിട. ഞാൻ പറഞ്ഞ, കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കാം, നിന്നെ സേവിക്കാം, എന്തുകൊണ്ട് കർത്താവ് ഒരു മാറ്റമില്ല, എന്തുകൊണ്ടൊരു കാര്യം നടന്നില്ല.
ഞാൻ ദൈവസ്ഥാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കവിടെ ഞാൻ 5ാം സെമസ്റ്റർ പരീക്ഷ എല്ലാവരും എഴുതാൻ വേണ്ടി റെഡിയാകുമ്പോൾ എൻ്റെ ബുക്കുകളെല്ലാം എൻ്റെ കൂട്ടുകാർ കൊണ്ടുപോയപ്പോൾ ഞാൻ വിഷമത്തോടെ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന മുഖാന്തരമേ അന്ന് ഉച്ചയ്ക്ക് 1:30 പരീക്ഷ ആരംഭിക്കുന്ന നമ്മുടെ കോളേജിൽ 1 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇന്ന് 1:30 പരീക്ഷ ക്യാൻസൽ ചെയ്തു. വേറെ ഒന്നുമല്ല, യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഇത്രയും വർഷമുള്ള നിയമമാണ്, 1ാം സെമസ്റ്റർ പാസ്സാവാത്ത ആർക്കും 5ാം സെമസ്റ്റർ എഴുതാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് യൂണിവേഴ്സിറ്റി ഒരു നിയമം പുതിയതായിട്ട് കൊണ്ടുവന്നു, 1ാം സെമസ്റ്റർ പാസ്സാവാത്തവർക്കും 5ാം സെമസ്റ്റർ എഴുതാൻ പറ്റും. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, അബദ്ധമായിരുന്നില്ല, ദൈവത്തിൻ്റെ അത്ഭുതമല്ലായിരുന്നു. എന്താ ദൈവം ചെയ്യുന്നറിയാമോ? ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ചപ്പോൾ, ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഒരു സ്ത്രീ ഒരു മകനെ പ്രസവിക്കുന്ന പോലെ വേദന ആയിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? മറുഭാഗത്ത് നിയമങ്ങളെ മാറ്റി, മറുഭാഗത്ത് കാര്യങ്ങളെ ദൈവം ക്രമീകരിച്ചു. ഒരു സ്ഥലത്ത് ദൈവം ഒരാളെ പ്രാർത്ഥിക്കാൻ നിർത്തി, ഒരു സ്ഥലത്ത് ദൈവം ഒരാൾ വിതയ്ക്കാൻ നിർത്തി, മറുഭാഗത്ത് ദൈവം പ്രവർത്തിച്ചു. ദൈവമക്കളെ ഇന്നെ കേൾക്കുന്ന അനേകർ വേദനയോടെ കേൾക്കുന്നുണ്ടോ, ദുഃഖത്തോടെ കേൾക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുഭാഗത്ത് പ്രവർത്തിക്കുക. നീ ദൈവസ്ഥാനത്തിൽ കാത്തിരിക്കുമ്പോൾ ദൈവം മറുഭാഗത്ത് പ്രവർത്തിക്കുക. നീ ഒരു സ്ഥാനത്തിൽ ദൈവസ്ഥാനത്തിൽ മുട്ടുമേൽ നിൽക്കുമ്പോൾ ദൈവം മറുഭാഗത്ത് പ്രവർത്തിക്കുക. നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും നീ വിഷമിക്കുന്നതും എൻ്റെ ദൈവം കാണുക. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാവരും നിന്നെ കുത്തുമ്പോഴും നീ വേദനയോടെ കരയുമ്പോൾ ദൈവം മറുഭാഗത്ത് നിയമങ്ങളെയും വ്യക്തികളോട് ദൈവം ഇടപെടുക. എന്തിനാ? ദൈവത്തിന് നിന്നിലൂടെ കൊണ്ടുവരേണ്ട അസാധാരണ സംഗതികളാണ്, അസാധാരണമായ ക്രമീകരണങ്ങളാണ്. കാരണം നിന്റെ ജീവിതം സാധാരണ രീതിയിൽ ജീവിക്കാനല്ല, അസാധാരണമായ തല ദൈവത്തിന് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ? അതുകൊണ്ടാണ് ഈ വേദനയിലൂടെ നീ നടന്നു പോകുന്നത്, ഈ വേദനയിൽ കൂടെ നീ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ മനസ്സിലാക്കണം, ഈ വേദന അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കഥയുണ്ട്, യോസേഫിൻ്റെ കഥ. യോസേഫ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവൻ്റെ കൂടെയുള്ളവരെല്ലാം പ്രൊമോട്ട് ചെയ്തു, അവൻ്റെ കൂടെയുള്ളവരെല്ലാം ഉയർത്തപ്പെട്ടു. പക്ഷെ അവൻ മാത്രം കാരാഗൃഹത്തിൽ കിടക്കുക, അവൻ മാത്രം വേദനയിൽ കിടക്കുക. അവൻ ആലോചിച്ചു കാണും, എൻ്റെ കൂട്ടുകാരുടെ ഫോട്ടോ നോക്കുമ്പോൾ അവരെല്ലാം വലിയ പദവിയിൽ, പക്ഷെ ഞാൻ മാത്രം കാരാഗൃഹത്തിൽ. യോസേഫ് ആ നിമിഷം കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത ദിവസം രാജാവിന് മുമ്പാകെ ദൈവം യോസേഫിനെ കൊണ്ട് നിർത്തി. എന്ന് പറയുന്ന പോലെ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഈ വേദനയിൽ അടുത്ത ഒരു രാത്രി കഴിയുമ്പോൾ ദൈവം നിന്നെ രാജാക്കന്മാരുടെ മുമ്പാകെ, പ്രഭുക്കന്മാരുടെ മുമ്പാകെ, വലിയ വലിയ കൊട്ടാരത്തിൽ വലിയ വലിയ ശ്രേഷ്ഠന്മാരുടെ പദവികളിൽ ദൈവം നിന്നെ കൊണ്ട് എത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്നത്തെ വേദന പോലും നീ മറക്കത്തക്കവണ്ണം, സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ വേദന മറന്നു പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിലും ഈ വേദന എല്ലാം മറന്ന് അടുത്ത പടിയിലേക്ക് കർത്താവ് നിന്നെ ഉയർത്തും. ദൈവമക്കളെ മനസ്സിലാക്കണമേ, അല്പകാലമേ നമുക്ക് ഈ വേദനയുള്ളൂ. അല്പകാലത്ത് ആ വേദന കഴിയുമ്പോൾ നമ്മൾ ഈ വേദന ഓർക്കത്ത് പോലുമില്ല, നമ്മൾ ഈ പ്രയാസം ഓർക്കത്ത് പോലുമില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞു, മിസ്രൈമിൽ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ മിസ്രൈമിലെ വേദന മറന്നു പോകരുത്, നിങ്ങളുടെ ദൈവത്തെ മറന്നു പോകരുത്. കാരണം എന്താ അറിയാമോ? പാലും തേനും ഒഴുകുന്ന ഒരു കനാലിലെത്തുമ്പോൾ നിങ്ങൾ മറന്നു പോകും നിങ്ങളുടെ വേദന എന്താണെന്ന്. അതേ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഇന്ന് ദൈവം നാളെ കൊണ്ടെത്തിക്കുന്ന ആ സ്ഥലത്തെത്തിയാൽ, ദൈവം നാളെ കൊണ്ടെത്തിക്കുന്ന ആ പ്രൊമോഷൻ, ആ ദൈവം തന്ന ആ വിവാഹത്തിലേക്ക് നിങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നലത്തെ വേദന എല്ലാം നിങ്ങൾ മറന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ യേശു അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ എടുത്തു കളയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. യേശു പറയുക, ഞാൻ പിന്നെയും നിങ്ങളെ കാണും, അന്ന് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തരും. ആമേൻ. ഇന്ന് ഞാൻ കാണുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രദറെ എനിക്കൊരു നന്മ കിട്ടി, എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കൊരു വീട് കിട്ടി, വലിയ സന്തോഷമായി, എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് വലിയ സന്തോഷമായി, എനിക്ക് നല്ല കാറ് കിട്ടി, എനിക്ക് വലിയ സന്തോഷമായി. ദൈവമക്കളെ, എന്നെ കാണുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു കാറ് കിട്ടിയതിൻ്റെ സന്തോഷം എത്ര നാൾ നിൽക്കും? ഒരു വീട് കിട്ടിയതിൻ്റെ സന്തോഷം എത്ര നാൾ നിൽക്കും? നമുക്കൊരു ഒരു വിവാഹം കഴിഞ്ഞതിൻ്റെ സന്തോഷം എത്ര നാൾ നിൽക്കും? പലരും പറയാറുണ്ട്, ബ്രദറെ നല്ല ജോലിയാണ്, എല്ലാം കൊള്ളാം, നല്ല ശമ്പളം, പക്ഷെ ഒറ്റ കാര്യം, മുതലാളി മാത്രം ശരിയല്ല. പലരും പറയാം, ബ്രദറെ നല്ല വിവാഹം, നല്ല കുടുംബം എല്ലാം കൊള്ളാം, പക്ഷെ അമ്മായിമ്മ മാത്രം ശരിയല്ല. ബ്രദറെ എല്ലാം നല്ലത്, വണ്ടി എല്ലാം നല്ലതാണ്, പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എഞ്ചിന് കുറച്ച് തകരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പലതും എല്ലാ സന്തോഷം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയാമോ? നന്മ കിട്ടുന്ന സന്തോഷമല്ല, പക്ഷെ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന സന്തോഷം. അതാ നമ്മുടെ ദുഃഖകാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ആ ദുഃഖകാലം ദൈവം പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ സന്തോഷം ലോകത്തിലല്ല, നിന്റെ സന്തോഷം എന്നിലാണ്.
ഹല്ലേലൂയ. സങ്കീർത്തനം എഴുതിയ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ധാന്യവും വീഞ്ഞും ആമേൻ ഉണ്ടായപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. പലപ്പോഴും ഒരു സഭാ ശുശ്രൂഷൻ എന്ന നിലയിൽ ഞാൻ പല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പലരും പ്രാർത്ഥിച്ച് പലരും വിടുതൽ കിട്ടി, പിന്നെ അവരെ കാണാറ് പോലുമില്ല. പലരും ചോദിക്കും, ബ്രദർ ഇപ്പോൾ ആരാധന ഉണ്ടോ, ഇപ്പോഴും പള്ളി പോകുന്നുണ്ടോ? പലപ്പോഴും ദൈവമക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയ നന്മയും കൊണ്ട് നമ്മൾ ഓടിപ്പോകാറുണ്ട്, നമുക്ക് കിട്ടിയ വിടുതൽ കൊണ്ട് നമ്മൾ ഓടിപ്പോകാറുണ്ട്. ദൈവമക്കളെ, അതിലൊന്നുമല്ല നമ്മുടെ സന്തോഷം. നമ്മുടെ സന്തോഷം എവിടെയെന്ന് അറിയാമോ? നമ്മുടെ സന്തോഷം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വേറെ ഒന്നുമല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവമക്കളെ, നമ്മുടെ സന്തോഷം അവൻ പുറത്തുള്ള കാറും വീടിനേക്കാളൊക്കെ അധികമായി ദൈവത്തിൽ സ്വർഗത്തിൽ വെക്കുമ്പോൾ, ഞാൻ പറയട്ടോ, ഈ ലോകത്തിൽ ഒരു ധനവും നമ്മളെ സന്തോഷിപ്പിക്കത്തില്ല. നമ്മൾ പറയും, ദൈവം എനിക്കത് തന്നു, സ്തോത്രം. പക്ഷെ എൻ്റെ സന്തോഷം വേറെ ഒന്നുമല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദർ എൻ്റെ വിവാഹം നടക്കുവാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാം, എൻ്റെ വിവാഹം നടക്കുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാം, എൻ്റെ കാര്യം നടക്കുവാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാം, എനിക്കൊരു ഭവനം ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കൾ, അതൊന്നും കിട്ടിയിട്ടല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, ബ്രദറെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ സ്വർണ്ണമുണ്ട്, അവിടെ വജ്രമുണ്ട്, അവിടെ മോതിരങ്ങളുണ്ട്, അവിടെ വലിയ വലിയ കല്ലുകളുണ്ട്, നല്ല വിലവെടുപ്പുള്ള കാര്യമുണ്ട്. ദൈവമക്കൾ, അതുകൊണ്ടൊന്നുമല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ്, നമ്മുടെ യേശു സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. യേശു ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ആമേൻ കർത്താവേ, ഭൂതങ്ങൾ അലറി ഓടുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നുണ്ട്, നമ്മൾ സന്തോഷിക്കുന്നു. യേശു പറഞ്ഞു, മക്കളെ, അതിലല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ചൊല്ലിയ. ദൈവമക്കളെ, നന്മ കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ സന്തോഷം വേണോ? നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടണം. നമ്മൾ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, കർത്താവിന് അഭിഷേകത്തിൽ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വ്യത്യാസമുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. യേശു പറയുക, ആ നാളിൽ എപ്പോൾ? നിങ്ങളുടെ സന്തോഷം എന്നിലാകുമ്പോൾ. നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല, നിങ്ങൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരും. യേശു പറയുക, എന്നാൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല, എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുന്ന എല്ലാം, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന എല്ലാം എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരും. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പറയട്ടെ, നിങ്ങൾ അപേക്ഷിക്കുന്ന എല്ലാം എൻ്റെ ദൈവം തരും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ദൈവത്തിലാണ്. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പക്ഷെ ഹന്ന ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, ആമേൻ, ഹന്നെ നീ ഇനി കരയണ്ട, നീ സന്തോഷിക്കാം. എന്തിനാ സന്തോഷിക്കുന്നത്? ആമേൻ, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. പക്ഷെ ആ നിമിഷം ദൈവത്തിൻ്റെ വചനം പറയുന്ന അറിയാമോ? അടുത്ത തവണ ദൈവം ഹന്നെ സന്ദർശിച്ചു. ഹല്ലേലൂയ. ദൈവം ഹന്നെ സന്ദർശിച്ചപ്പോൾ ഹന്നയ്ക്ക് ഒരിക്കലും മക്കളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവൾ ചോദിച്ചു തന്നെ ദൈവം അവൾക്ക് കൊടുത്തു. അതാ യേശു പറയുന്ന യോഹന്നാൻ 16:24, നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്ന എല്ലാം എൻ്റെ പിതാവ് തരും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം ദൈവം നിങ്ങൾക്ക് തരും. സങ്കീർത്തനം 126 അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുഃഖകാലമുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസകാലമുണ്ടോ? ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നിന്റെ കൊയ്ത്തിൻ്റെ കാലമായി. ഹല്ലേലൂയ. നിന്റെ വേദനയുടെ കാലം കഴിഞ്ഞു, നിന്റെ അടുത്ത കാലമായി. നിന്റെ ദുഃഖകാലം കഴിഞ്ഞു, നിന്റെ സന്തോഷകാലത്തേക്ക് ദൈവം നിന്നെ എത്തിക്കുക. ഹല്ലേലൂയ. 2014 ഈ 6-ാം മാസത്തിൽ എന്നെ കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഇനിയുള്ള 6 മാസം നിന്റെ ദുഃഖകാലമല്ല, ഇനിയുള്ള 6 മാസം നിന്റെ വേദനയുടെ കാലമല്ല, ഇനിയുള്ള 6 മാസം നിന്റെ സന്തോഷകാലമാണ്. കാരണം കഴിഞ്ഞ 6 മാസം നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ വിതച്ചത്, നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പറഞ്ഞത്, നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഇരുന്നത്, ദൈവത്തിനോട് വില കൊടുത്തത്, ഞാൻ പറയട്ടെ, അടുത്ത 6 മാസം നിന്റെ കൊയ്ത്തിന്റെ കാലമാണ്. അവൻ ഹന്നയ്ക്ക് ശമൂവേലിനെ കിട്ടിയതുപോലെ നീ ചോദിക്കുന്ന എല്ലാം അതിലുപരിയായി നിന്റെ സന്തോഷം പൂർണ്ണമാകുവോളം ദൈവം നിനക്ക് തരും. പക്ഷെ ഏറ്റവും ഉപരിയായി ശ്രദ്ധിക്കണേ, നിന്റെ സന്തോഷം ലോകത്തിലല്ല, ബെൻസിലും BMW ഭവനത്തിലെ അവൻ വലിയ വീട് വെച്ചതിലും അവൻ വലിയ കുടുംബത്തിലും വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്നു, അതിലൊന്നുമല്ല നിന്റെ സന്തോഷം. അതൊക്കെ ഉള്ള നല്ലതാ. പക്ഷെ എൻ്റെ സന്തോഷം എൻ്റെ മക്കളിലല്ല, എൻ്റെ ഭർത്താവിലല്ല, എൻ്റെ വീടിലല്ല, എൻ്റെ ശുശ്രൂഷയിലല്ല, എൻ്റെ ഒന്നിലുമല്ല. എൻ്റെ സന്തോഷം എൻ്റെ യേശുവല്ല. യേശു പറയുക, നിന്റെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ നിന്റെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി തരും. ഹല്ലേലൂയ. എന്നെ കാണുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നിന്റെ സന്തോഷം പൂർണ്ണമാകുവാൻ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിന്റെ സന്തോഷം പൂർണ്ണമാകുവാൻ നിന്റെ വിഷയത്തിനെല്ലാം കർത്താവ് തീർപ്പ് കൽപ്പിക്കും. ഒരു നിമിഷം എന്നെ കാണുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ കാണുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവ് അങ്ങയുടെ കരം വെക്കണമേ. ഹല്ലേലൂയ. എന്നെ കാണുന്ന ഓരോരുത്തരും ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ജീവിതത്തിൽ തകർന്നിരിക്കുന്നവർ, ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ ഇന്നേ വരെ സന്തതികളില്ല എന്ന് പറയും, തലമുറകളില്ല എന്ന് പറയുന്നവർ, ജീവിതത്തിൽ ഇന്നേ വരെ വിവാഹം കഴിയാത്തവർ, ഇന്നേ വരെ കർത്താവ് സാമ്പത്തിക നന്മയില്ലാത്തവർ, കർത്താവ് രോഗികളായിരിക്കുന്ന എല്ലാവരും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം അവരെ സന്ദർശിക്കുവാനിടയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹന്നെ മാനിച്ച ദൈവം, യോസേഫിനെ മാനിച്ച ദൈവം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലെ മാന്യതയുടെ പദവിയിലേക്ക് എത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ വിധയുടെ കാലം കഴിഞ്ഞെങ്കിൽ അടുത്തൊരു കൊയ്ത്തിന്റെ കാലത്തിലേക്ക് അങ്ങയുടെ മക്കളെ എത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ സന്ദർശിച്ച അവരുടെ രോഗങ്ങൾ മാറട്ടെ, മുഴകൾ ഈ നിമിഷം അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഫൈബ്രോയിഡും എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ നിമിഷം അങ്ങയുടെ അടിപ്പിണ്ടാൽ സൗഖ്യം വ്യാപരിച്ച നന്ദി. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നിമിഷം തൊടുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നിമിഷം കുടുംബങ്ങളെ, വേർപെട്ടിരിക്കുന്ന കുടുംബങ്ങളെ യോജിപ്പിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖകാലം മാറി, വേദനയുടെ കാലം മാറി, സന്തോഷത്തിന്റെ കാലം ഉണ്ടാകട്ടെ. കർത്താവ് അവരുടെ കേസുകൾ സെറ്റിലായി അവർ ജയിച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രത്യേക അറിയിപ്പും കൂടെ പറഞ്ഞ് ആഗ്രഹിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 തൊട്ട് 1 മണി വരെ തിരുവനന്തപുരത്ത് LMS കോമ്പൗണ്ടിലുള്ള പോളിയോ ഹോം ഹാൾ വെച്ച് ഞങ്ങളുടെ ആരാധന നടത്തപ്പെടുന്നു. നിങ്ങൾ ഓരോരുത്തരും ഞാൻ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. നമ്മുടെ പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരു പ്രത്യേക അറിയിപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജൂൺ മാസം അതിൻ്റെ 20ഉം 21-ാം തീയതിയും പട്ടത്തുള്ള എഡ് ഹൈറ്റ്സിൽ വെച്ച് നമ്മുടെ പ്രത്യേക 2 ദിവസത്തെ പ്രാർത്ഥന നടത്തപ്പെടുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അതിൽ ശുശ്രൂഷിക്കുന്നു. ദൈവം നിങ്ങൾ ഈ മീറ്റിംഗ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ സകല കാര്യങ്ങളെ തൊടുവാൻ ഇടയാകട്ടെ. ഈ മീറ്റിംഗ് നിങ്ങൾ ഓരോരുത്തരും വന്ന് സംബന്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ നടത്തട്ടെ.